ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയെ, ഈ നിമിഷങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ആദ്യമായിട്ട് തമ്പുരാനെ, നീ ആഗ്രഹിക്കുന്നത് മാത്രം അവിടുത്തെ ആത്മാവിലൂടെ കുഞ്ഞു കാര്യങ്ങൾ ഒരു കുഞ്ഞു കൂട്ടായ്മയോട് ഏറ്റുപറയാൻ. കർത്താവ്, നിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് പറഞ്ഞ കർത്താവല്ലേ നീ. കൂട്ടിച്ചേർക്കപ്പെടുന്നത് ഹൃദയത്തിൽ വലിയൊരു അനുഭവമായിട്ട് ബോധ്യപ്പെട്ട് അത് ജീവിതാന്ത്യം വരെ തുടർന്നുകൊണ്ട് പോകാനുള്ള അഭിഷേകവും നിറവും എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവ്, ഞാൻ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഈശോയെ, എൻ്റെ ദൈവമേ, നിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് ഏറ്റു പറയുമ്പോൾ ഒരു വാക്കുകൂടി പറയുകയാണ്: ദൈവത്തിൻ്റെ രാജ്യം വരണമേ എന്ന്, അവിടുത്തെ തിരുഹിതം ഞങ്ങളിൽ അന്വർത്ഥമാവട്ടെ എന്ന്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിൻ്റെ രാജ്യം വരണം, നിൻ്റെ തിരുഹിതം ഇവിടെ ഭൂമിയിൽ നിറവേറ്റപ്പെടട്ടെ. അത് കർത്താവെ, പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കലാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കടമയും പ്രധാനപ്പെട്ട കർത്തവ്യവും. പിതാവിൻ്റെ തിരുഹിതം എന്തെന്ന് അന്വേഷിക്കുന്നവരായിരിക്കാൻ, ഈശോയെ എന്ന് വിളിക്കുന്നവരായിരിക്കാൻ, എപ്പോഴും ഓരോ നിമിഷവും എന്ത് സംഭവിച്ചാലും ഏത് നിമിഷത്തിലും എൻ്റെ ഈശോയെ എന്ന്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നല്ല കള്ളൻ? കുരിശിൽ കിടന്നുകൊണ്ട് അവനെ അംഗീകരിച്ചു, അവൻ കർത്താവിലേക്ക് തിരിഞ്ഞു. കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം മുഴുവൻ പിതാവിൻ്റെ പൊൻകരങ്ങളിലാണ്. അതായിരുന്നു ആ നിമിഷത്തിൻ്റെ ധന്യത. അവനോട് പറഞ്ഞു, നീ നിന്നോടുകൂടി പറദീസയില്ല. ഇന്ന് തുടങ്ങിപ്പോയി, ഓൾറെഡി സ്റ്റാർട്ടഡ്. ഇന്ന് എന്ന് പറയുന്നത് എപ്പോഴോ തുടങ്ങിപ്പോയി. പറദീസയിലാണ് നീ നിൻ്റെ ആത്മാവ് അനുഭവിക്കുന്ന കർത്താവിലേക്ക് പൂർണ്ണ ഹൃദയത്തോട് തിരിയാൻ നിനക്ക് കിട്ടിയ ഭാഗ്യം. ഈ ഭാഗ്യമാണ് എനിക്കും നിനക്കും വേണ്ടുന്നത്. ഇത് മാത്രമാണ് വേണ്ടത്. അതിന് ഞാൻ എന്ത് വേണം? പ്രിയപ്പെട്ടവരെ, അതിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വ്യക്തിപരമായ പ്രാർത്ഥന. എനിക്ക് 37 വയസ്സുള്ളപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. ആ സമയത്ത് ഞാൻ ആദ്യം ധ്യാനം കൂടാൻ പോകുന്നത്. ഇപ്പം 10-75 വയസ്സൊക്കെ കഴിഞ്ഞു, 77 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അന്ന് ധ്യാനം കൂടാൻ ഞാൻ പോകുമ്പോൾ, പോയിട്ട് വന്നൊരു ജനുവരി മാസം 26-ാം തീയതി റിപ്പബ്ലിക് ഡേയുടെ അന്ന് മടങ്ങി വന്ന് പിറ്റേ ദിവസം രാവിലെ അന്നൊരു തീരുമാനമെടുത്തു, എനിക്കൊരു ദിവസം കർത്താവ് പ്രഭാതം തരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ മണിക്കൂർ ഞാൻ കർത്താവിനോട് കൂടിയാണ്. ഒരു തീരുമാനമെടുത്തതാണ്. അതാ ഈശോ തന്നെ ചെയ്തിട്ടുണ്ട്. ഈശോ ലൂക്ക 6:12 പറഞ്ഞിട്ടുണ്ട്, അതിരാവിലെ അവൻ ഉണർന്ന് ഏകാന്തതകളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. കർത്താവ് ചെയ്ത കാര്യമാണ്. അതിരാവിലെ ഉണർന്ന് ഈശോ ഏകാന്തതകളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. മർക്കോസ് 1:35 ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അതിരാവിലെ ഏകാന്തതകളിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നൊരു കർത്താവ്. ലൂക്ക 22-ാം അധ്യായം ഇത് തന്നെയാണ് ഗെത്സമനി പ്രാർത്ഥന. ഈശോ അപ്പസ്തോലന്മാരെ, പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ട് ഗെത്സമനിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്തിനാ? പീഡാസഹനത്തിന് ഒരുങ്ങിയ കർത്താവിനറിയാം തനിക്കിന്ന് വരാൻ പോകുന്നത് എന്താണെന്ന് വ്യക്തമായിട്ടറിയാം. ഞാനിവിടെ 3 ക്ലോസേ പറഞ്ഞുള്ളൂ. 3 വചനം, മർക്കോസിൻ്റെ 1:35, ലൂക്ക 6-ലും ലൂക്ക 22-ലും 3 വചസ്സുകൾ പറഞ്ഞത്. ഇത് പറയുമ്പോൾ പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ഞാൻ വ്യക്തമായിട്ടൊരു കാര്യം തുറന്ന് പറയുകയാണ്. ഞാൻ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വചനത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്നും ഇറങ്ങി പോകുന്നില്ല. ഒറ്റ വാക്കോ പറയുന്നുള്ളൂ. അതിരാവിലെ അവൻ ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഉണരുമ്പോഴേ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ധ്യാനം കൂടി വന്നതിൻ്റെ 3-ാമത്തെ ദിവസം ഇടവയിലൊരു ആരാധന നടക്കുകയാണ്. സന്ധ്യാസമയത്ത് അച്ഛനോട് ചേർന്ന് കുർബാന എഴുന്നള്ളിച്ച് അച്ഛൻ കൊണ്ടുവന്ന് പള്ളിയുടെ നടുക്ക് ഒരു ചെറിയ സ്റ്റൂൾ പോലെ വിരിച്ച്, നല്ലൊരു അച്ഛനായിരുന്നു. അച്ഛൻ വളരെ താല്പര്യമാണ് നവീകരണത്തിൽ. കുർബാന അവിടെ എഴുന്നള്ളിച്ച് കൊണ്ടുവച്ചു. ഞാൻ അച്ഛനെ തൊട്ട് ചേർന്ന് പുറയിലിരുന്നു. നല്ലൊരു ആരാധന, മനോഹരം. എല്ലാവരും അടുപ്പിച്ചിരുത്തി, സർവരെയും വന്നവരെ മുഴുവൻ ഏറ്റവും അടുത്തടുത്തായിട്ട് കൂടിയിരുന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ആരാധന നടത്തി പോയി. ഉറങ്ങാൻ കിടക്കുമ്പോഴും എൻ്റെ മനസ്സിലൊരു ഒറ്റ ഓർമ്മയാണ്. പരിശുദ്ധ കുർബാന എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് എൻ്റെ മനോമുഖരത്തിലുണ്ട്. ഞാനത് കണ്ടുകൊണ്ട് എൻ്റെ ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് ഉറങ്ങിപ്പോയി. ധ്യാനം കൂടി വന്ന് 26-29-ാം തീയതിയാണ്. രാവിലെ ഞാൻ കൃത്യം 4 മണിക്ക് ഞാൻ എണീക്കുകയാണ്. കൃത്യമായിട്ട് എണീക്കുക. അന്ന് ക്ലോക്കും വൈൻഡും ഒന്നുമില്ല, വാച്ചുണ്ട് കയ്യിൽ. നോക്കുമ്പം കൃത്യം 4 മണി സമയം. ഞാൻ ഉണർന്നു വരുമ്പോൾ ഞാൻ കാണുന്നത്, ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടുകൊണ്ടിരുന്ന കർത്താവിനെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ, മനോമുഖരത്തിൽ അതുപോലെ തെളിഞ്ഞു വരികയാണ്. എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് പ്രെയർ അന്നത്തത്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചുകൊണ്ടായിരിക്കട്ടെ 3 തവണ പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ പേഴ്സണൽ പ്രെയറിലേക്ക് കിടക്കുകയാണ്.
ഞാൻ തുറന്നു പറയുക, ധ്യാനം കൂടി വന്ന് 26-ാം തീയതി വന്നു. 27-ാം തീയതി, ജനുവരി മാസം 27-ാം തീയതി തുടങ്ങിയ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന അന്ന് തുടങ്ങിയത് ഇന്നും ഒരു കാലത്തും ഡ്രോപ്പായിട്ടില്ല, ഒരു ദിവസവും ഡ്രോപ്പായിട്ടില്ല. രാവിലെ ഞാൻ ഉണരുന്നുണ്ടോ? എൻ്റെ കണ്ണ് തുറന്ന് കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയാൻ പറ്റിയോ? ഞാൻ എന്നും അന്നും ഇന്നും എന്നും ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ എന്നും സ്വർഗത്തിൽ ചെന്ന കർത്താവിൻ്റെ പ്രസൻസിൽ ആരാധന തന്നെയാണ് പരിപാടി. അവിടെ എന്നും 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 എന്നേക്കും ഈ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ പ്രാർത്ഥന ഡ്രോപ്പാകുകയില്ല. അത് 4 മണിക്ക് തുടങ്ങുന്ന പ്രാർത്ഥന കൃത്യം 6 മണി വരെ എൻ്റെ പേഴ്സണൽ പ്രെയറാണ്, 5:45 വരെ. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് വേഗം പള്ളിയിൽ പോകാനായിട്ടൊക്കെ ഒരുപാടാണ്. കുർബാന കാണാണ്ട് ഒരു പരിപാടിയും എനിക്കില്ല. യാത്രയിലാണോ നേരത്തെ എണീറ്റ് എൻ്റെ പേഴ്സണൽ പ്രെയർ കഴിഞ്ഞ് ഒരു 10-12 മണിക്കൂർ യാത്ര ചെയ്ത കട്ടപ്പനയിലൊക്കെ ധ്യാനത്തിന് പോകുന്ന വഴിയിൽ എനിക്കൊരു പള്ളി ഉണ്ടാകും കുർബാന കാണാൻ. ഞാൻ കണ്ടിരിക്കും, പള്ളി കണ്ടുവച്ചിരിക്കും. ആ സമയത്തിന് കുർബാന കാണും. അവിടെ നിന്ന് ഇറങ്ങി വേഗം പോയി വണ്ടി കയറി ഞാൻ ട്രെയിൻ കയറും. കോട്ടയത്ത് ഇറങ്ങി കട്ടപ്പനയ്ക്കോ ആ ഏരിയയിലായിരുന്നു, എൻ്റെ തെക്കൻ ജില്ലകളിലായിരുന്നു എൻ്റെ ധ്യാനങ്ങൾ മിക്കവാറും. അവിടെ സെൻറ്ററുകളുണ്ട്, പള്ളികളുണ്ട്. അവിടെയൊക്കെ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുക, എന്നും കുർബാന കാണാതെ ഒരു വഴിക്കും ഞാൻ പോവുകയില്ല. പ്രഭാതത്തിലിരുന്നൊരു കുർബാന അത് നടന്നില്ല എങ്കിൽ ഈവനിങ്ങിൽ എനിക്ക് കുർബാന ഉണ്ടായിരിക്കും. കുർബാന, വിശുദ്ധ കുർബാന, കർത്താവിനെ സ്വീകരിക്കാനുള്ള ആ ഒരു കൃപ എൻ്റെ കർത്താവിൽ നിന്നും ആ ധ്യാനത്തിൽ എടുത്തു മാറ്റിയില്ല എന്ന് ഞാൻ പറയും. അല്ല, അത് കർത്താവ് എടുത്തു മാറ്റാത്തതല്ല. എനിക്ക് ആഗ്രഹിച്ച ആ വലിയ താല്പര്യം സമർപ്പിച്ചത് എനിക്കൊന്നും ഈശോയെ സ്വീകരിക്കണം. അതിന്നും സ്റ്റിൽ ഇറ്റ് ഈസ് ഓൺ ഗോയിങ്, തുടർന്നുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥയാണ്. ചില ദിവസം 2 കുർബാനയെ കണ്ടെന്നിരിക്കും. ഇവിടുന്ന് കുർബാന കണ്ടേച്ച് പോവുകയാണെങ്കിൽ അവിടെ ചെല്ലും കുർബാന തുടങ്ങുന്നേ ഉള്ളെങ്കിൽ സെൻട്രൽ ആ കുർബാനയും കൂടും. അത് പ്രിയപ്പെട്ട ഒരു ആണ്ടിൽ 365 ദിവസമല്ലേ, 365 ദിവസവും കുർബാന എനിക്കുണ്ടെന്ന് ഞാൻ പറയും. കുഞ്ഞുങ്ങളോട് ഞാൻ പറയും, മക്കളെ രാവിലെ എണീറ്റ് കുരിശ് വരച്ച് കർത്താവിൻ്റെ മാല ചൊല്ലി ഒരു വചനമെങ്കിലും, ഒരു ചെറിയ പാരഗ്രാഫ് വായിച്ച് അല്ലെങ്കിൽ ഒരു വചനമെങ്കിലും വായിച്ച് പ്രാർത്ഥനാപൂർവ്വം മാത്രമേ നിങ്ങളുടെ പുസ്തകത്തിലോട്ട് തുടങ്ങാവുള്ളൂ. എല്ലാവരും വീട്ടിലുള്ളവരൊക്കെ രാവിലെ എണീറ്റ് ഒന്നിച്ചിരുന്ന് ഇത്തിരി സമയം പ്രാർത്ഥിച്ച് ജപമാലയുടെ ഒരു രഹസ്യമെങ്കിലും ചൊല്ലിയ ശേഷമേ നിങ്ങളുടെ മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകാവുള്ളൂ. അതിന്നും എൻ്റെ ജീവിതത്തിലുമുണ്ട്, എൻ്റെ കുടുംബത്തിലുമുണ്ട്. ഞാൻ അവിടെ നിന്ന് കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെന്ത് കുസൃതിയായിക്കോട്ടെ, പേടിക്കണ്ട. മക്കളെ ആദ്യം എണീപ്പിച്ച് ഒരു വചനം പറയിപ്പിച്ച് ആ വചനം ആവർത്തിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ വീക്ക്നെസ്സിനനുസരിച്ചുള്ളതായ വചനങ്ങൾ ഈ ബൈബിൾ ഇഷ്ടം പോലുണ്ട്. ദൈവത്തിൻ്റെ വചനം, ആ വചനം മക്കളെ കൊണ്ട് പറയിപ്പിക്കണം. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതിനുള്ള വചനമുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 10-ാം അധ്യായം 21-ാമത്തെ വചനമുണ്ട്. സംസാരിക്കുക. അങ്ങനെ കുഞ്ഞുങ്ങളിതെടുത്ത് പറഞ്ഞ് 10 തവണ ആവർത്തിച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ആ ബുദ്ധിമുട്ട് മാറിപ്പോകുന്നത് കാണാം. എല്ലാം അങ്ങനെയാണ്. ഏത് അസ്വസ്ഥതയുണ്ടെങ്കിലും കർത്താവിൻ്റെ വചനമാണ് ഏറ്റവും വലിയ മരുന്ന്. നമ്മൾ ഡ്രോപ്പ് ചെയ്യരുത്. വ്യക്തിപരമായ പ്രാർത്ഥന വേണം എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്. രാവിലെ എണീറ്റിരുന്ന് ഉണർന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു തനിമ എനിക്കുണ്ടാകണം എൻ്റെ ജീവിതത്തിൽ. അതൊരിക്കലും മുടങ്ങരുത്. കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല. പിന്നെ ഒരിക്കലൊരു വിശുദ്ധ കർത്താവിനോട് ചോദിച്ചു, കർത്താവിൻ്റെ ഏറ്റവും പ്രമാദമായിട്ട് നിമിഷമേതാ? കർത്താവ് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. ഇന്നോ ഇന്നലെയോ 10 ദിവസം മുമ്പത്തെ ഒരു ദിവസമോ അല്ല, 40 കൊല്ലം മുമ്പുള്ളൊരു കഥയൊന്നും അല്ല. നിൻ്റെ മരണസമയം എടുക്കുമ്പോൾ നീ എങ്ങനെ ഇരിക്കുന്നു? അവിടെ നിനക്ക് അനുതാപമുണ്ടോ? നിൻ്റെ മരണസമയമാണ് നിൻ്റെ സമയം. ആ സമയം റിപ്പൻറ്റൻസിൻ്റെ കൃപ നിനക്കുണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. ഒരു സംശയം വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ പ്രെയർ വേണം, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന വേണം. പരിശുദ്ധാത്മാവ് തരുന്ന പ്രാർത്ഥന തരുന്ന പ്രത്യേകമായ ഉത്തരമാണ് റിപ്പൻറ്റൻസ്, അനുതാപം. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഏത് വ്യക്തിക്കും കൊടുക്കുന്ന ഒന്നാമത്തെ കൃപ റിപ്പൻറ്റൻസ്, അനുതാപത്തിൻ്റെ കൃപയാണ്. കർത്താവ് ഞാൻ പാപിയാണ് എന്നുള്ള അവയർനെസ് ഇത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷയിലാണ്. കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്റ്റാർട്ട് ചെയ്യണം, കർത്താവേ എനിക്ക് അനുതാപത്തിൻ്റെ കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥനാപൂർവ്വം മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നിത്യത. തമ്പുരാൻ്റെ മുമ്പിൽ എത്തിച്ചേരണം. ഒരു സംശയം വേണ്ട കാര്യത്തിന്. അതിനൊരു മുടക്കം വരരുത്. ഒരു സംശയവും വേണ്ട കാര്യത്തിന്. നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ എത്തിച്ചേരേണ്ടവരാ. അവിടുന്ന് കടന്നു വന്ന ഞാൻ അവിടേക്ക് കടന്നു ചെല്ലാൻ കടപ്പെട്ടവരാ.
ഒരു സംശയവും വേണ്ട, വേറൊരു വഴിയില്ല നമുക്ക്. അതുകൊണ്ട് ഇത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥന നമുക്ക് വേണം. കർത്താവ് ഗത്സമനി പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. ലൂക്ക 22:39 വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. കർത്താവ് ഏകാന്തതകളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, പോകാൻ പോയപ്പോൾ, അന്ന് പ്രാർത്ഥനയ്ക്ക് പോയി അപ്പസ്തലന്മാരെയും കൂട്ടിയാണ് പോകുന്നത്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് അവിടെ ഇരുന്ന്, അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കും, ഞാൻ ഇച്ചിരി മാറി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് ഈശോ പ്രവീരിരുന്ന് ഉറങ്ങിപ്പോയി. വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാകുന്ന ഒരു തകരാറാണ് ഉറക്കം. അവരുറങ്ങി. കർത്താവ് ഉറങ്ങരുത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ പ്രയർ ഏതോ നാൾ കഴിഞ്ഞിട്ടാണെന്നുള്ള ആയിരിക്കരുത്. എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന, എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന അതൊരിക്കലും ഡ്രോപ്പ് ആകരുത്. അത് രാവിലെ ഉണർന്ന് ഫസ്റ്റ് പ്രെയർ അത് തന്നെയായിരിക്കണം. ഞാൻ ഓർക്കാറുണ്ട്, ഒരു വലിയ പ്രാർത്ഥനാനുഭവമുള്ളൊരു മനുഷ്യൻ, ധ്യാനിപ്പിക്കുന്നയാളാണ്. ഞാൻ പല കാര്യങ്ങൾ പലരെയും എൽഡറിങ് നടത്താറുണ്ട്. ഞാൻ വിളിച്ച് ചോദിക്കും, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുമായിരുന്നു, കൂട്ടുകാരാ എങ്ങനെയുണ്ട് പ്രാർത്ഥനയൊക്കെ? എന്നിട്ട് പറയും, ജോസങ്ങളെ ഞാൻ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാണ്, ഒന്നിനും ഒരു കുഴപ്പമില്ല. അച്ചാച്ചൻ്റെ അടുത്ത് പോയി മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തും. പ്രാർത്ഥന എങ്ങനെ പോകുക, ബൈബിളൊക്കെ വായനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, പേഴ്സണൽ പ്രെയർ ഉണ്ടോ? ആ വ്യക്തി പറഞ്ഞു, അത് മാത്രം എനിക്കില്ല. ഞാൻ പറഞ്ഞു, അത് നിസ്സാരമായിട്ടുള്ള എടുക്കരുത്, ദാറ്റ് ഈസ് എ സീരിയസ് പ്രോബ്ലം. നിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ തുറന്നൊരു കാര്യം പറയാം, എത്രയോ ഗ്രൂപ്പുകളിൽ യുവജനങ്ങളെ ധ്യാനിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത മനുഷ്യൻ ഇന്ന് ഭൂമിയിലില്ല. കുഞ്ഞുങ്ങൾ പലരും പല വിധത്തിൽ എന്തവസ്ഥയാണെന്ന് ഞാൻ പറയല. കാരണം എന്നാണെന്നറിയാം, മറ്റൊന്നുമല്ല, വ്യക്തിപരമായ പ്രാർത്ഥനയില്ല, കുർബാനയില്ല, കൂദാശകളില്ല, ബൈബിൾ വായനയില്ല. കുഞ്ഞുങ്ങളോട് ഞാൻ പറയും, ഒരു ആദ്യം ഒരു ചെറിയ പാരഗ്രാഫെങ്കിലും യു ഹാവ് ടു സ്പെൻഡ് ടൈം ടു റീഡ് ബൈബിൾ എവറി ഡേ ഇൻ ദ മോർണിംഗ്. രാവിലെ ഒരു സെൻറ്റൻസ് എങ്കിലും കുഞ്ഞുങ്ങൾ വായിച്ചിട്ട് ആ വചനത്തിൽ വേണം. വായിച്ചാൽ മാത്രം പോരാ, ഒരു സെൻറ്റൻസ് എന്നും എഴുതുന്ന ഒരു പ്രകൃതി ഉണ്ടായിരിക്കണം കൊച്ചുങ്ങൾക്ക്. അങ്ങനെ എഴുതി പ്രാർത്ഥിച്ച് പ്രാർത്ഥനാപൂർവം മുമ്പോട്ട് പോകുന്ന ഒരു കുഞ്ഞിൻ്റെയും ജീവിതം കർത്താവ് കൈവിടുകയില്ല. ഉദ്ദേശിക്കാത്ത ലെവലിൽ, നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന അപ്പുറത്തൊരവസ്ഥയിലേക്ക് ആ കുഞ്ഞുങ്ങൾ എത്തിച്ചേരുന്നത് കാണാൻ പറ്റും. വ്യക്തിപരമായ പ്രാർത്ഥന അത് ഒരിക്കലും നമുക്ക് ആർക്കും ഡ്രോപ്പ് ആകാതിരിക്കട്ടെ. കർത്താവ് കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. ഞാൻ ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, വചനം മുഴുവന് എടുത്തു വെച്ച് പറയുന്ന ഒന്നുമില്ല. പ്രാർത്ഥന വേണം, ഈശോ വേണം, പേഴ്സണൽ പ്രെയർ വേണം, വിസ്തുർവാന സ്വീകരണം വേണം, വചനം വേണം, അനുസരണം വേണം. ഏറ്റവും വലിയ അനുഭവമാണ് ഒബീഡിയൻസ്. അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുള്ളൂ. അനുസരണത്തിൻ്റെ മേഖലകളിലേക്ക് കടക്കാൻ പ്രാർത്ഥനാപൂർവ്വം കുഞ്ഞുങ്ങൾ വളരുകയാണെങ്കിൽ ഇതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കർത്താവ് നടത്തിക്കൊണ്ടു പോകുന്നത് കാണാൻ പറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അവിടുത്തെ കൃപയാൽ ഞങ്ങളെയൊക്കെ നിറച്ച് വ്യക്തിപരമായ പ്രാർത്ഥനയും ദൈവാശ്രയ ബോധവും വചനവായനയും പേഴ്സണൽ പ്രെയർ ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഉള്ള മക്കളായി ഞങ്ങളെ വളർത്തി തമ്പുരാൻ്റെ പാദാന്തികത്തിൽ എത്തിച്ചേരുവോളം, സ്വർഗത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവോളം പ്രത്യാശപൂർവ്വം പ്രാർത്ഥനയുള്ളവരായി മാറ്റപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി അനേകർക്ക് മാതൃകയായി മാറുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഈശോയെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ അമ്മേ, മാതാവേ, എപ്പോഴും ദൈവസ്വരത്തിന് കാതു കൊടുത്തുകൊണ്ടിരുന്ന അമ്മേ, പുത്രൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന അമ്മേ, മക്കളായ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ആമേൻ.